എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. ഹെയർ കെയർ റുട്ടീനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ മോശം കാലാവസ്ഥ മൂലമോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും രോഗത്തിനോടനുബന്ധിച്ചോ നമ്മളെ മുടി കറക്റ്റായിട്ട് ശ്രദ്ധിക്കാത്തത് മൂലം അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയുടെ പാകപ്പിഴ കാരണമൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യം ക്ഷയിച്ചു പോവുകയും മുടി കൊഴിച്ചിലുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുത്ത് തടയാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റെങ്കിലും എടുത്ത് നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി ഹെയർ ഫോളിക്കിൾസിൻ്റെ ഒക്കെ ഒരു നറിഷ്മെൻറ്റ് കിട്ടി നമ്മുടെ മുടി വളരെയധികം നന്നായിട്ട് വളരാൻ സാധിക്കും. അടുത്തത് മുടി നന്നായിട്ട് ചീവുക എന്നുള്ളതാണ്. നമ്മൾ പതിയെ ആ ഒരു ചെട അല്ലെങ്കിൽ ഉടക്കൊക്കെ കൈകൊണ്ട് കളഞ്ഞതിന് ശേഷം ഒരു പല്ലകലമുള്ള തടിയുടെ ചീപ്പാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതുകൊണ്ട് പതിയെ നമ്മുടെ റൂട്ട് മുതൽ ടിപ്പ് വരെ പതിയെ ചീവി ലൂസായിട്ട് കെട്ടിവെച്ചാൽ നല്ലതാണ്. പിന്നെ ഉള്ളതാണ് സൺ പ്രൊട്ടക്ഷൻ. നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കേണ്ട സാഹചര്യം ഡെയിലി വരികയാണെങ്കിൽ അപ്പം ഈ ഹാനികരമായിട്ടുള്ള UV റേസ് കാരണം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഇത് വളരെയധികം ഹാനികരമാണ്. നമ്മൾ എന്തെങ്കിലും സ്കാർഫ് ഉപയോഗിച്ച് മുടി കവർ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. അതും ഈ ഉച്ച സമയങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഡയറ്റ് നോക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ഹെയർ സ്റ്റൈലിംഗ് ആണ്. അതായത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിംഗ് നമ്മൾ ഒഴിവാക്കണം. അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുടിയുടെ റൂട്ടിനെ ഇത് ഹാനികരമായിട്ട് ബാധിക്കും. മുടി ഒഴിച്ചിൽ, മുടി തിന്നാകുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് നോക്കുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കെട്ടാതിരിക്കുക. വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഡെയിലി അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഉള്ളതാണ് എക്സസീവ് ഹീറ്റ് സ്റ്റൈലിംഗ്. നമ്മൾ ഒരുപാട് ചൂട് കൊടുത്തുള്ള ഹെയർ സ്ട്രെയിറ്റനിങ്, പിന്നെ ഹെയർ കേളിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഈ ചൂട് കൊടുത്തിട്ടുള്ള ഈ സ്റ്റൈലിംഗ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. അത് മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നമുക്ക് ഈ കേളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ രാത്രിയിൽ ഓരോ രീതിയിൽ ഇട്ടാൽ രാവിലെ എഴുന്നേൽക്കുമ്പം നല്ല കേളിയായിട്ട് മുടി കിടക്കുന്ന രീതി. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുമെങ്കിൽ നമ്മുടെ മുടിക്ക് അങ്ങനെ വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. കഴിവതും ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പറ്റുമ്പോഴൊക്കെ ഈ ടിപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അല്ലാതെ എന്തെങ്കിലും രീതിയിലൊക്കെ സ്റ്റൈലിംഗ് ചെയ്താൽ അത് അത്രയും നല്ലത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ചൂടുവെള്ളത്തിൽ തല കഴുകുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക എന്നല്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് തല ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ചൂടധികം ഏൽക്കുകയാണെങ്കിൽ മുടിക്ക് ആഴത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഉറക്കമാണ്. 7 to 8 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെട കളഞ്ഞ് ഹെയർ മസാജ് ചെയ്തിട്ട് എഴുന്നേൽക്കുന്നത് പോലെ തന്നെ രാത്രിയിലും പറ്റുമെങ്കിൽ മസാജ് ചെയ്യുക. അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് മുടിയുടെ ചെടയൊക്കെ കളഞ്ഞ് ലൂസായിട്ട് കെട്ടിവെച്ച് കിടക്കുക എന്നുള്ളത്. മുടി അഴിച്ചിട്ട് കിടക്കാതിരിക്കുക. അപ്പം നമ്മുടെ തലവണ അല്ലെങ്കിൽ മെത്തയുമായിട്ട് മുടി ഉരഞ്ഞ് നമ്മുടെ ഹെയറിന് കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതും ശ്രദ്ധിക്കുക. അടുത്തതാണ് ഓയിൽ മസാജ്. നമ്മൾ പറ്റുമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മൈൽഡായിട്ട് എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം സ്കാൽപ്പിൽ ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് നമുക്കത് കഴുകി കളയാവുന്നതാണ്. അതിനുശേഷം കണ്ടീഷണർ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും. നമ്മളുടെ ഹെയറിന് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഇത് വളരെയധികം നല്ലതാണ്. പിന്നെ ഉള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഹെയർ മാസ്കുകളുണ്ട്, പലതരം പോഷക മൂല്യമുള്ള ഹെയർ മാസ്കുകൾ. അത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇട്ടിട്ട് കുളിക്കാവുന്നതാണ്. അപ്പം എന്തൊക്കെ ഹെയർ മാസ്കുകളാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. തൊട്ടടുത്ത വീഡിയോയിൽ എന്തൊക്കെ ഹെയർ മാസ്കുകൾ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഹെയർ മാസ്കിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയാവുന്നതാണ്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഹെയർ മാസ്ക് ചെയ്യുന്നത് മുടിയുടെ പോഷക സമൃദ്ധമായിട്ടുള്ള വളർച്ചയ്ക്ക് നല്ലതാണ്. ഒരുപാട് ഡ്രൈനെസ് ഉള്ളവർ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് മുടി കഴുകുക. എല്ലാ ദിവസവും ഷാമ്പു തേക്കണമെന്നില്ല. പിന്നെ ഒരു 1.5 മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 1.5 to 2 മാസത്തിനിടയ്ക്ക് നമ്മൾ മുടിയുടെ അറ്റം കുറച്ച് വെട്ടുന്നതും മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും രോഗത്തിനോടനുബന്ധിച്ചാണ് മുടി കൊഴിയുന്നതെങ്കിൽ ആ രോഗത്തിന് ചികിത്സിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ റുട്ടീന് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.